ഒരുപാട് നാളെ മുമ്പ് ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു തോട്ടായിരുന്നു. അത് പിന്നെ കുറേ പ്രതിസന്ധികളൊക്കെ കടന്ന് ലാസ്റ്റ് അതിൻ്റെ എൻഡ് റിസൾട്ട് ഹാപ്പി ആകുമ്പോഴാണല്ലോ എപ്പോഴും നമുക്കൊരു എന്താ പറയുക സംതൃപ്തി ആവുക. ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ വന്നതോടുകൂടി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ തുടങ്ങി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെയുള്ള ആ ടെൻഷൻ ഇപ്പോഴാണൊന്ന് റിലീസായത്. പടം റിലീസായതോടുകൂടി ഞങ്ങളുടെ ടെൻഷനും റിലീസായ പോലെയാണ്. നിങ്ങളെല്ലാവരും കുറേ പേര് പടം കാണാനുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടുന്ന് നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തവരും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ആദ്യത്തെ ഷോയ്ക്ക് കൂടുതലും ഉണ്ടായതെങ്കിലും പടത്തിന് ഒരു ഷോട്ട് പോലും കാണാത്ത ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇനി എന്താ നിങ്ങൾ ആക്ഷനിലേക്ക് വന്നപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. പീറ്റർ സാർ ഉണ്ടായിരുന്നല്ലോ, ആ ഏരിയ സാറിന് ആണ് ഹാൻഡിൽ ചെയ്തത്. ഇതിനു മുമ്പ് കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സാർ ഈ സിനിമയിലേക്ക് വന്നതും. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് സാറ് ഇപ്പോൾ ഇത് സ്ക്രീൻ കണ്ടിട്ട് സാറിൻ്റെ ഒരു ഇമോഷൻ. കാരണം സാർ ഈ റീസെൻ്റ്ലി ചെയ്ത പടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ട് ഇത്രയും സ്റ്റുഡൻസിനെ വെച്ചിട്ട് സാർ ചെയ്ത സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പിന്നെ ഞാനേ ആദ്യമായിട്ട് തന്നെ ഒരു ഫിലിമിന് ഇത്രയധികം മീഡിയനാണ്. ഫുട്ബോളിൻ്റെ സമയത്ത് ഞാൻ ഇഷ്ടംപോലെ മീഡിയൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുണ്ട്. അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു PT മാസ്റ്റർ ഒരു റോൾ ഉണ്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. പോലീസല്ല വില്ലനായിട്ട് അഭിനയിക്കുക. അത് ഈ മോഹം കൊണ്ട് വേറെ എന്ത് ചെയ്യാനേ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ പടത്തിലാണെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പം മണിഭായി പറയാറുണ്ട്. മണിഭായി പറയും എടാ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 5 കൊല്ലം തൊട്ടാണ് ഒരു PT മാഷാവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു PT മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലോ. ഞാൻ മറ്റുള്ള റോളൊക്കെ ചെയ്യുന്നത് പടത്തിൽ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷ്ണുവിനോടും എൻ്റെ ഡയറക്ടറോടും നന്ദി. പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ആ ഒരു ഫൈറ്റ് സീൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു. ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലിടാൻ പറ്റും എന്തോന്ന് ചോദിച്ചു. അപ്പോൾ അറിയണ സാധനം അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അത് എന്താ മാതിരി പോടാൻ പറ്റുന്നു ചോദിച്ചു. സാർ ട്രൈ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അതാണ് കിട്ടിയത്. അത് സാറ് സൂപ്പറായിട്ട് കൊടുത്ത് വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചു. ഇനി ഡയറക്ടറോടും എല്ലാ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് അവരോടും നന്ദി പറയണം. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാൻ നേരത്തെ അത് പറഞ്ഞായിരുന്നു. ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടന് 41 വയസ്സുണ്ട്. അതാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയൻസ് പറയുന്നതിന് മുമ്പ് നമ്മളെ സലീമേട്ടൻ പറയുന്നുണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്തതിന് കരക്കാരുള്ളൊരു മേടിച്ചത് ചോദിക്കുന്നുണ്ട്. അത് പാസ്സായി പോകാനിട്ടാണ്. +2കാരൻ്റെ പ്രായമല്ല ചന്ദ്രൂര്, വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. വിഷ്ണു ഒരു തടി പോലും കോമഡി ചെയ്യാതെ ഇതിൽ ഒരു ആക്ഷൻ കാരണം സാധാരണ കോമഡി ആണല്ലോ. അതെ, അതിപ്പോൾ എനിക്ക് എല്ലാവർക്കും ചോദിച്ചാൽ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛൻ്റെ മകനാണ്, പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീചേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടർ. അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ തീർച്ചയായിട്ടും. ഈ നമ്മുടെ ലാലേട്ടയ്ക്ക് വേണ്ടി ചെയ്ത ആളാണ്. അപ്പൊ വിഷ്ണുവിന് വേണ്ടി ചെയ്യുമ്പോൾ വിഷ്ണു എത്രത്തോളം ഇത് എന്ത് ആവുന്ന ഒരു മനസ്സിൽ തോന്നുന്നതായിരുന്നു ഈ ഫസ്റ്റ് ഈ ട്രെയിനാണ് സ്റ്റന്റ് മാസ്റ്റർ. നമുക്ക് സന്തോഷമുള്ളൂ. പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. പക്ഷെ പുള്ളി സന്തോഷത്തോടുകൂടി ഒന്ന് ചെയ്തു. പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം, ഒന്ന് ഫ്ലെക്സിബിൾ ആവണം, കരാട്ടയ്ക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി. കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു.
പക്ഷെ മാസ്റ്റർ അപ്പൊ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെയല്ലടാ, ഇതെന്താ സൂപ്പർ ഹീറോ പടമാ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ പറഞ്ഞ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സ്റ്റൈല് വന്നാലും മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോകണം. അപ്പൊ അതാണ് എനിക്ക് വലിയ എളുപ്പം വരുന്നത്. അറിയുന്നില്ല, പക്ഷെ എല്ലാവരും പുറത്തായിട്ടുണ്ട്. എന്താണ് ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ അല്ലെങ്കിൽ പറ്റുമെന്ന് തോന്നിയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടെ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ ഹിൻസ് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയുമ്പോഴില്ല, പക്ഷെ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീധരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി. ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതുണ്ട്, എന്താ പറയുക, എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ശ്രീധരനായാലും വിഷ്ണുനായാലും വിദ്യ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവരും ആ ഒരു അങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത്. അതിന് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ ഈ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു അഭിപ്രായം വന്നു, ചേച്ചി വരച്ച് വരെ നിർത്തിയിട്ടുണ്ടോ? ഒരു മീനും കൊണ്ട് എന്താ വ്യത്യാസം? മീനിന് പറ്റാത്ത വരച്ച് വരാൻ മനഃപൂർവ്വം എല്ലാം കൂടെ കച്ചകെട്ടി സിനിമയിലെ ഒരു മീനിന്റെ ഒരു അയ്യോ, അത് ആദ്യം നന്ദി പറയുന്നു എൻ്റെ ഡയറക്ടറിനും സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള പെരിയൽ സാറിന് നന്ദി പറയുന്നു. കാരണം എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്നാ ചെയ്ത് എൻ്റെ അങ്കിള് വയറൊക്കെ വെച്ചിട്ട് എന്നാ പറഞ്ഞ പോലെ പിന്നെ ഒരുവിധ രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് പറയാൻ. മനോഹരമായിട്ട് മീനിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മീനിട്ട് അടിക്കുന്നത്, അത് വേറെ അല്ല. അതിന്റെ അനുഭവം പറയണ ശരിക്കും രാജീവ എവിടെ വന്നിട്ടില്ല. അയ്യോ, പല പ്രാവശ്യം കൊണ്ടു. ഇവിടെ ഒറിജിനലായിട്ട് ആ ചെകള കയറിയില്ല. ഇങ്ങനെ എൻ്റെ കുറേ അടിയിൽ കിട്ടി കൊടുത്തു. രസമായിരുന്നു എല്ലാം. രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങുക പരിപാടി. പിന്നെ ഒരാളുടെ കാര്യം പറയാതെ പറ്റില്ല. നമ്മളിപ്പോ കണ്ട ഷോയിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയതൊക്കെ തൊമ്മിക്കാണ്. നമ്മുടെ ഗോപികൃഷ്ണൻ അവിടെ നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോയി, അതുകൊണ്ടാണ് വരാത്തത്. പറഞ്ഞു എവിടെ ഞാൻ പോയി പഠിച്ചു, ഞാൻ ഓടിച്ചു, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടിച്ചു. ശ്രീതേട്ട എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിലൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചേച്ചി വെച്ചിട്ട് വരുന്നത്. അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് അകത്തോട്ട് പോകാൻ പോയി. ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ പിന്നെ അടുത്ത ടൈമിൽ ഓക്കെ. അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ എന്നായിട്ട് ബൈക്കിൽ പോണത്. അപ്പൊ മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടാകുന്ന എനിക്ക് അതിനേയും ടെൻഷൻ വിദ്യയുടെ കൂടെ ബൈക്കിൽ പോകാനാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തലപ്പാനെ പഠിച്ചു, ഉരുണ്ടടിച്ച് വീഴൊക്കെ ചെയ്തു. എന്നാലും പിന്നീട് പഠിച്ചു. ഇനിയിപ്പോ ഏത് ബൈക്ക് ഓടിക്കണ വേഷം ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം. അതൊന്നുമില്ല. അല്ല, ഞങ്ങളത് വെറുതെ വെച്ചതേ ഉള്ളൂ. ഇതെങ്ങനെ വരുന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിടിക്കാന്ന് വെച്ചിട്ട്. പക്ഷെ ഇനിയിപ്പോ എന്തായാലും അത് പിടിക്കണം.
കൊള്ളാം, രസമായിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടി ഞാൻ നേരത്തെ സംസാരിച്ചു. എന്നെ ഡയറക്ടറാണ് വിളിക്കുന്നത് ഈ പടത്തിലോട്ട്. എന്നെ വിളിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ വാർക്കപ്പണിക്കാരെ വിളിക്കൂലേ, അതേപോലെയാണ്. ചെറിയൊരു പരിപാടി കളിയാ, ചെറിയ സംഭവമാണ്. സ്കൂളിലെ സീനുകൾ, +2 പിള്ളേരാണ്. നമ്മൾ കുറെ അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ +2 പിള്ളേര് പിന്നെയാണ് മാസ്റ്റർ ഇന്നാവുന്ന ഈ പടത്തിലോട്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി ഈ പടം ചെയ്യാന്നുള്ളത്. ആദ്യം അടി ഇഷ്ടമാണ്. 100-300 പേരിലെ ക്ലൈമാക്സിലേ. പിന്നെ ശ്രീത്ത് എന്ന് പറഞ്ഞ ആളെ കൺമുമ്പിൽ കാണുക. പുള്ളി കട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് പോയിട്ടേ രസമായിരുന്നു. അതിന്റെ റിസൾട്ട് പടത്തിലുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പടം എന്തായാലും നിങ്ങളെ കൂടെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൺവിൻസ് ചെയ്യാനായിട്ട് സാറ് ഇതിന്റെ സ്റ്റോറി ലൈൻ കേൾക്കുന്നു. ഞങ്ങളുടെ ഇത്രയും വലിയൊരു വലിയ ആഗ്രഹമായിരുന്നു. നമ്മളിപ്പോ ടീച്ചറില് വിഷ്ണു പറയുന്ന ഒരു ഡയലോഗുണ്ട്, +2 പിള്ളേരുടെ അടി കണ്ടിട്ടുണ്ടോ, നല്ല നാടൻ അടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡയലോഗ് ക്വസ്റ്റ്യൻ പീറ്റർ ഹെയിൻ്റെ അടി കണ്ടിട്ടുണ്ടോ, നല്ല നാടൻ അടി. ഇതായിരുന്നു ഞങ്ങളെ അതിലേക്ക് എത്തിച്ചൊരു ഘടകം. അപ്പം സാറ് ഒരുപാട് സ്റ്റൈലിഷ് ഫൈറ്റുകൾ കമ്പോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നാടൻ തല്ല് കമ്പോസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ആ ആഗ്രഹമാണ് സാറിന് കൽക്കിയോ അതിന്റെ ഷൂട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതും സ്റ്റോറി ലൈൻ പറയുന്നത്. അപ്പം അവിടെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സാറിന് അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ പറഞ്ഞില്ല നേരത്തെ, സാറ് ഈ സബ്ജക്ട് പറഞ്ഞപ്പോ ഈ ഫൈറ്റ് ഈ സിനിമയിൽ സാധാരണ സിനിമയിലാകുന്ന പിന്നെ ഇവിടെ ഒരു ഇടി ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതല്ലാതെ ഈ സിനിമയുടെ സീനിന്റെ ഭാഗമാണ് ഫൈറ്റ്. ഈ ഫൈറ്റുകൾ മാറ്റി വെച്ചാൽ നമുക്ക് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് അല്ല. അത്തരത്തിൽ പോകുന്നൊരു സിനിമ ആയതുകൊണ്ട് സാറിന് അത് പെട്ടെന്ന് കണക്ട് ആയെന്നതാണ്. അപ്പൊ സാറ് അതിന് പറഞ്ഞ കുറെ നാളിന് ശേഷമാണ് ഇത്രയും സീൻ കൊറിയോഗ്രാഫിയിൽ തന്നെ ഫൈറ്റ് വരുന്നൊരു സബ്ജക്ട് കേൾക്കുന്നത്. സാർ എന്തായാലും ചെയ്യും. പിന്നെ സാർ ഇത് ചെയ്യാനായിട്ട് ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ആക്ച്വലി സാർ കമ്മിറ്റ് ചെയ്യാനുണ്ടായ കാരണത്തെ പറ്റി സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് എത്രത്തോളം നമുക്ക് പുറത്തു പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. സാറിന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ സാറ് ഈ സിനിമയില് അല്ലെങ്കിൽ ഈ സിനിമയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതാണ് സാറിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിപ്പം ഓൺലൈനിൽ ഒരു വീഡിയോ പുറത്തുള്ളൂ. അതായത് ഈ ബാല്യത്തിലുള്ള ചന്തുവിന് അവൻ ട്രോമ വരുന്നൊരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് സാറ് ഷൂട്ട് ചെയ്തെടുക്കുന്നത് അത് ഭയങ്കര രസമായിട്ടായിരുന്നു. ആ പയ്യൻ സാറ് പെർഫോം ചെയ്യാണ് ഈ ചന്തുവായിട്ട് നിന്നിട്ട് പെർഫോം ചെയ്തിട്ട്. അപ്പം ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്ന പയ്യന് ഇപ്പൊ കണ്ണാടിയിൽ നോക്കി ഡയലോഗ് പറയുന്ന പോലെ വെറുതെ റിയാക്ട് ചെയ്താൽ മാത്രം മതി. അത്രയും ഈ സീക്വൻസുകളോട് എന്താ പറയാ, സീക്വൻസുകൾ വർക്ക് ചെയ്തിട്ടാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സാറിന്റെ ഒരു ഇതിലേക്ക് വരാനുള്ള സാറിന്റെ ആംഗിളിൽ നിന്നുള്ള വെർഷൻ സാറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമ്മള് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് അല്ലേ, ഫസ്റ്റ് സ്റ്റോറി പറഞ്ഞപ്പോ സാറിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സാറിന്റെ ഒരു ബാല്യം. When you do something, there are thousands and thousands of people to appreciate what you are doing. That is what the difference here. And what am I good at? Since you said it's true, and many people have said the same, is most wanted in the country. But you know, I like more realistic. I like more these things. And when the audience in Kerala audience, they felt the same. And it is not now. For me, when I was young, very young, I seen Kerala's actions, which is, I say, wow, this is what we do in the road. We fight like that. We don't jump, fly, kick and all these things. We don't do that. We might do, but depends on the heroes. So why am I so connected to audience, Kerala audiences? Because very raw and realistic people are expecting from the technicians. And that is what I got very much connected. The fake is, you know, I'm not happy. So this is the difference which I enjoy working. But for other things, that is different. That level and all those things are different. But I really personal like because of realistic. And sometimes many people won't like realistic because it's very simple. But when you see with the whole story,
that makes a lot of difference. Like today, as I told in the beginning, this thing I've seen Project K, and then Indian 2, which is Ryan also just yet going. But those sound effects, everything is mind blowing. Everything, the music directors, everything mind blowing. But suddenly when I watch this film, everything is down. That shows how realistic it is. So that is a lot of difference. Still remember is, actually it's very hard for me to answer this, but it is also very easy for me to answer it. Because whatever I'm doing, I do my best, I enjoy myself and I'm doing it. So what will be my memorable means, it is, I don't know how to say, but I will say, because it is the question you ask yourself, it's complicated and easy. That is what you've been asking. My most memorable things is, that is every day I get up in the morning, I go to work, I enjoy like how I work this film. I enjoy myself, I'm waiting for the moment. That is now. When I was stuntman, when I take my bag, I don't know whether I will come back home alive or not. That is what I felt when I was stuntman. Same thing sometimes when I go to shooting, I end up in the hospital. Because I love my job so much every day, and that is what I've been doing, and now I do the same. So there's no categories, it's all the same. ആ സീനൊക്കെ കണ്ടപ്പോൾ മമ്മൂട്ടി സാറ് മോഹൻലാൽ സാറ് കൊടുത്തൊരു ഉപദേശം ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്താലും സൂക്ഷിക്കണോട്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഈ ലാലേട്ടന് അത്രത്തോളം ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പുലിമുരുകനിൽ? Okay, correct me if I'm wrong of your question so that I'll answer in the right way. So you're telling me that Mamti sir told to Lal sir to be careful, like you know when you're doing a rope shots and all this thing, so best be careful. In whose favor, in whose point did the Mamti sir said? Is it working with Peter Heng or some other master or any rope? I'm asking you back. இல்ல you're telling நீ தமிழ் கொஞ்சம் புரியுதா? ஓகே, இப்போ நீங்க வந்து மம்முட்டி சார் வந்து லால் சார் கிட்ட சொல்றாங்க, இந்த மாதிரி வந்து ரோப் ஷாட்ல எது பண்ண கொஞ்சம் ஜாக்கிரதை பண்ணுங்க அப்படின்னு அட்வைஸ் பண்ணிருக்காரு. இது வந்து யார பத்தி பேசிருக்காரு? பீட்டர் பத்தியா இல்ல வேற யாரோ பத்தியா இல்ல okay, all basic, that is general. Actually நீங்க என்ன சொல்றீங்கன்னா, நான் சொன்னா நீங்க நம்ப மாட்டீங்க. யார் அட்வைஸ் எது செஞ்சாலும் சரி, whoever advice it is, Lal sir is a very legendary person which is eyewitness. நான் வந்து பார்த்திருக்கேன். ஒரு அவ்வளோ பெரிய லெஜெண்டரி ஆர்டிஸ்ட் வந்து ஒரு சின்ன குழந்தை மாதிரி ஒரு புது ஃபைட்டர்ஸ் வந்து ஷூட்டிங் ஸ்பாட் வந்த மாதிரி இருக்காரு. இது இப்போ ரீசெண்டாக வந்து பெங்களூர்ல பண்ணியிருக்காரு ஒரு ஆக்ஷன் சீக்வன்ஸ். அந்த நீங்க வந்து ரோப் ஷாட் சொல்றீங்களா, அது வந்து ஒரு ரோப் ஷாட் எங்க என்ன பண்ணுவாங்க, ஒரு ரோப் ஷாட் இங்க இருந்து ஜம்ப் பண்ணி அங்க கீழே வந்து கிக் பண்ணுவாங்க, ஏதோ ஒன்று பறக்குவாங்க, தள்ளி விழுவாங்க, அதெல்லாம் ரோப் பார்த்துப்பீங்க. Now recently I have composed it for Lal sir. ஒரு ஷாட் வந்து from the ஹார்ஸ்ல இருந்து வருவாரு. அது வந்து it is nearly from 8, நாங்கள் 1500 பேர் கேட்டோம், அவங்க வந்து ஒரு 800 பேர் தான் கொடுத்துருக்காங்க. So 800 peoples on the set and there are fighters and huge fighters. அவங்க வந்து 8 feet, இது அந்த கேரக்டர் ஆர்டிஸ்ட் ஒரு 8 feet இருக்கும், that means tall. அந்த மாதிரி ஆளுங்க அந்த ஆக்ஷன் சீக்வன்ஸ்ல பண்ண போகும்போது I designed it, the heroine characters and co-characters எல்லாம் ஒவ்வொரு ஆர்டிஸ்ட் நல்ல mind blowing work. Why I'm saying mind blowing because I liked it. So அப்படியே ஒரு சீக்வென்ஸ் இப்போ லால் சார் வந்து எண்டுக்கு வராரு. So அவருக்கு வந்து it should be beyond all the other artists.
So I made one shot for Lal sir. 90% of the fight, once he gets off the horse, அதுல இருந்து இங்க இருந்து ஜம்ப் பண்ணி அங்க அடிச்சு இவன் மேல இருக்க அந்த பக்கம் போயிட்டு இந்த வால் போட்டா ஒரு சிங்கிள் ஷாட் எடுத்தாங்க நான். And you must see all our Kerala people is going to be proud of Lal sir. அந்த மாதிரி ஒரு சீக்வென்ஸ் வந்து அந்த மாதிரி சார் பண்ணிருக்காரு. So Lal sir knows who's doing the shot. Mammootty sir வந்து அட்வைஸ் பண்ணிருக்கலாம், பட் லால் சார் அப்படி இல்லை. The shot guarantee இருக்கா? Is it good? If it is good, he will go to any extent and do. This is what Lal sir runs. So advising Lal sir, he knows what he's doing. So there's nothing for us to worry about Lal sir, and it's nothing for me to think like, you know, can I design the shot? Manage பாருங்க, just think as an action director, ஒரு எனக்கு வந்து அட்லீஸ்ட் ஒரு 60 feet, I might be wrong, படத்துல பார்த்து ஒரு 60 feet இருக்கும் அங்க ரோப்ல இருந்து. பட் எல்லாம் லாஜிஸ்டிக், எதுவுமே வந்து ரோப்ல போறது தெரியாது. ஏன்னா நான் இங்க இருந்து ஜம்ப் பண்ண அங்கதான் அந்த கேமரா புஷ் பண்ண இவங்க மேல ஏறுது, அந்த மாதிரி அடிக்கிறது. இவங்க வந்து அந்த குதிரை மேல இன்னொரு குதிரை, இந்த ஃபைட்டர்ஸ் மேல விழுவுது, அதுக்கப்புறம் அவங்க மேல கத்தி பிடிச்சிட்டு இங்க போறது, ஃபைனலா குதிரை மேல ஏறிட்டு திருப்பி வந்து கீழே இறங்குறது. இதெல்லாம் லாஜிஸ்டிக், எனக்கு வந்து ஆர்டிஃபிஷியல் வேண்டாம். பட் லால் சார் did that for 2 nights. அந்த ஒரு ஷாட்காக he did for 2 nights. As I said, I end this point, we all are going to be proud with Lal sir. This is what my answer. Thank you, sir. Thank you. ഇത് സ്ക്രിപ്റ്റിലുള്ളതാണ്. പിന്നെ അതെൻ്റെ ഫേവറേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നട്ടപ്പുറം വെയിൽ, അവിടെ 12 മണിയില്ലേ ഉടക്കത്തെ വെയിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാറുള്ള ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്, ഞാൻ നോക്കുമ്പോൾ കുറെ പഞ്ഞിൽ പെട്രോളൊക്കെ ഒഴിച്ച് ഡീസലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കും. ഒന്നാമത് ഈ ചൂടും വെയിലിൻ്റെ ചൂടും പിന്നെ ഇതും. അപ്പോൾ ഞാൻ വെച്ചാൽ സാർ ഇത് അഫെക്ഷൻ, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ പടം കണ്ടപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് മനസ്സിലായത്. അയ്യോ, ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് പന്ത് കളിക്കുന്ന ഇഷ്ടംമാര് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു ഷാർപ്പ് സെക്കൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല വെയിലും ഇതിന്റെ ചൂടും ഒക്കെ കൂടിയപ്പോൾ ഞാൻ കുറച്ച് കറുത്തു. അതാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു മാസ്റ്റർ. ഇതിലെ നടുവിലുള്ള കംപ്രസർ ഡസ്റ്റ് പ്രോപ്പർ what sir Vijay sir is telling one point, but இன்னொரு பாயிண்ட் வந்து டஸ்ட் வந்து அடிக்கிற அந்த மண்ணை அடிக்கும். அப்புறம் இந்த குழந்தைங்கள வெளியில இந்த கல்லு தூக்கி போடுறப்ப it go to the bad guys and good guys. இதெல்லாம் இருக்கு. അതായത് വിജയേട്ടന്റെ ഈ സിനിമയിലെ PT മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോൾ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസർ കിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അന്നോടങ്ങിയുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഞങ്ങൾക്കത് ഒന്ന് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അല്ല, ചേട്ടൻ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ആ സിസർ കട്ട് അന്ന് തുടങ്ങി ശ്രീചേട്ടന്റെ ഒരു ദീർഘവീക്ഷണം. അത്തിന് തിയേറ്ററിൽ ഉറപ്പ് കയ്യടി കിട്ടും. അല്ല, ഇന്ന് തിയേറ്ററിൽ ആ ഷോട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ഒരു കയ്യടിയും ആരവും അത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കുണ്ടായിരുന്നത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ്. അപ്പം അതൊന്ന് കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അത് തിയേറ്ററിൽ ഇത്രയും പേരെ കൊണ്ട് എനിക്ക് കാണാത്തവർക്കൊക്കെ ഇടിയജന്തുലത് കാണാം. അത് ഞങ്ങള് അതിന്റെ റോയലിറ്റി എടുത്ത് ഒറ്റ ടേക്ക് സാധാരണ. അപ്പം ഇങ്ങനെ മറയുമ്പോഴൊക്കെ റോപ്പ് പരിപാടിയാണ്, ഒന്നുമില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ റഷ് പുറത്തു വിടാം. ഒറ്റ ടേക്ക് ഷാർപ്പ്, അതിനാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആയി പോയത്. ഈ തീയിലും പോകലൊക്കെ ഒറ്റ പ്രശ്നം നിൽക്കേണ്ടി വന്നുള്ളൂ. അതെ, നമ്മള് വിചാരിക്കും വന്ന് ഒന്നൊരു കേസ് ഇല്ലടാ പന്തിട്ടോ നേരെ അറ്റാക്കീറാണ്. അതൊരു പ്രത്യേക ഫീലാണ്. അതെ.